ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സ്ഥലങ്ങളിലും മഴ എങ്ങനെയുണ്ട്? എല്ലാവർക്കും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. എൻ്റെ വേഷമൊക്കെ കണ്ടോ? ഇവിടെ കയറിയാൽ ഇപ്പം ഇത് മാത്രമാണ് പറ്റുന്നത്. കാരണം ചെടിയുടെ ഇലകളിലെല്ലാം ഇങ്ങനെ വെള്ളം പറ്റി പിടിച്ചിരിക്കുമല്ലേ, അതിൻ്റെ കൂടെ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സേഫായിട്ട് ഈ ഡ്രസ്സിങ് പാറ്റേണിലേക്ക് മാറിയത്. ഇത് നമുക്ക് അങ്ങ് സ്ഥിരമാക്കിയാലോ? അപ്പം ഇന്നെന്ന് പറയുന്നത് എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്നതും എന്നും ആവശ്യവുമായി വരുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി. പക്ഷെ മഴക്കാലത്ത് തക്കാളി നടുമ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് തക്കാളി വിളവെടുക്കാൻ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മഴക്കാലത്ത് തക്കാളി കൃഷി ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ തക്കാളിയെ പരിചരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാവേ. ഇതേപോലെ പല ഇനത്തിലുള്ള പച്ചക്കറികളുടെ വിത്തുകൾ, ഒരു അടുക്കളത്തോട്ടം നടത്തുന്നതിന് ആവശ്യമായ വിത്തുകളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ആർക്കെങ്കിലും പച്ചക്കറിയുടെ വിത്തുകൾ കിട്ടാനില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള വിത്തുകൾ വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ തരുന്ന നമ്പറിലൊരു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കിത് വീട്ടിലെത്തിച്ചു തരാം. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാൽ, ഞാനിങ്ങനെ ഒരു കൽക്കട്ട സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ചെടി വാങ്ങിച്ച് നട്ടിട്ടുണ്ട്. പഴുത്ത് അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മധുരമുണ്ടെങ്കിലേ ഞാൻ വേറെ പാത്രത്തിലേക്ക് നടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം അതിൽ അത്രയ്ക്ക് വായിക്കാൻ മേല. പക്ഷേ ഇതായിരുന്നു അതിൻ്റെ നെയിം സ്ലിപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി പൊളിക്കാൻ പറ്റുന്നതാണോ എന്ന് ആദ്യം നോക്കട്ടെ കേട്ടോ. ഇത് എല്ലാവരും നമ്മളോട് അതും ഇതുമൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ടോ, ഇതിൻ്റെ അകം ദേ വൈറ്റാ. ഇനി മധുരം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കണ്ടോ, ഓറഞ്ചിൻ്റെ കളറില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം അതിനെ മധുരം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും പുതിയ ചട്ടിക്കകത്തേക്ക് നടുന്നില്ല. ഞാൻ ചട്ടിയൊക്കെ അവിടെ സെറ്റാക്കിയതായിരുന്നു, നല്ലതാണോ എന്നോർത്ത്. പുളിയുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നത്. പക്ഷെ ഓറഞ്ച് പോലെ തൊലിയൊക്കെ പൊളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, പഴുത്തതല്ല അത്രയ്ക്ക്. പുളി 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 എന്ന് പറഞ്ഞാണ്ടല്ലോ, കൊടക്കാഞ്ഞരം എന്ന് പറയാൻ പറ്റില്ല, കാഞ്ഞരത്തിന് കയ്പ്പാണല്ലോ, ഭയങ്കര പുളി. ഭയങ്കര പുളി കേട്ടോ. അപ്പം ഞാനിത് നട്ടുപിടിപ്പിക്കുന്നില്ല. എത്ര രൂപ കൊടുത്താൽ ഇതൊക്കെ മേടിക്കുന്നതെന്നറിയോ? നഷ്ടങ്ങളോട് നഷ്ടങ്ങളാണ്. എന്നാലും നമുക്ക് ഈ ചെടിയോടും കൃഷിയോടും ഉള്ള ഒരു സന്തോഷവും ആഗ്രഹവും ആവേശവും കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഈ നേഴ്സറിക്കാർ എന്തിനാണ് നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ തക്കാളി പാകി മുളപ്പിച്ച് ഏകദേശം ഒരു 25-30 ദിവസമായിട്ട് മാത്രമേ ഇത്രയ്ക്കൊക്കെയുള്ള ഒരു ആരോഗ്യത. ഇത് ഇച്ചിരി വളർച്ച കൂടുതലാണ്, എന്നാലും തണ്ടിന് നല്ലൊരു ആരോഗ്യം വന്നതിന് ശേഷം മാറ്റി നടുന്നതാണ് ചെടി ചുവട്ടിൽ പിടിച്ചു കിട്ടാനായിട്ട് നല്ലത്. ഈ പയറൊക്കെ നടുമ്പോൾ ഞാൻ വള്ളിക്ക് വേണ്ടി കെട്ടിയിടുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നടാൻ പോവാണ്. അപ്പം നല്ലപോലെ ആഴത്തിൽ തക്കാളി നടുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലോണം ആഴത്തിൽ നടാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കമ്പും കാലും ചവറും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ തടം പൊക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ മണ്ണ്, ഈ തൂമ്പയൊക്കെ ഉപയോഗിച്ച് എനിക്ക് മണ്ണ് മാറ്റാൻ പ്രയാസം വരുന്നത്. ഇതുപോലെ നമ്മൾ ആഴത്തിൽ കുഴിയെടുത്തതിന് ശേഷം നല്ല വളർച്ച കിട്ടാൻ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? എന്തെങ്കിലും ഇച്ചിരി ജൈവവളം, എല്ലുപൊടിയോ അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കൂട്ടുവളമാണ്. ഇച്ചിരി ഞാൻ ഇട്ടു, അതിനകത്തേക്ക് മണ്ണിടുന്നുണ്ട്. വളത്തേലോട്ട് നേരിട്ട് വെക്കാൻ നിൽക്കേണ്ട. ഇനി വെച്ചാലും കുഴപ്പമില്ല, അതിനകത്ത് ഈ ചകിരിച്ചോറും മണ്ണും ഒക്കെ ഉണ്ടല്ലോ. അപ്പം പറ്റുന്നത്ര ആഴത്തിലേക്ക് നടാനായിട്ട് വേണം തക്കാളിയെ ശ്രദ്ധിക്കാൻ. ഇങ്ങനെ നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ആരോഗ്യത്തോടെ വളർന്നോളും. എപ്പോഴും നമ്മൾ തക്കാളി നടേണ്ടത് നല്ലതുപോലെ അടിവളം ചേർത്ത മണ്ണിലാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ നടുമ്പം നിങ്ങൾ ഇതിനകത്ത് വളം ഞാൻ ചേർക്കാതെയും നടാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഈ മണ്ണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മണ്ണ് കുറച്ചേ ഉള്ളൂ. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയുമാണ് പ്രധാനമായും ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പം ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ നിറച്ച മണ്ണിനെ തന്നെ വീണ്ടും മാറ്റിയിട്ട് അതിനകത്തേക്ക് വീണ്ടും വളം മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുമ്മായമോ ഡോളമൈറ്റോ ചേർത്തിട്ടാണ് വീണ്ടും നടുന്നത്. അപ്പം നന്നായി അടിവളം ഉള്ള മണ്ണിലാണ് നമ്മൾ നടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ചുവടും കൂടെ നടുക. ഇപ്പം ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാം, ഇതിന് അടി മുഴുവനും ഇലകളാണ്. ഈ ഇലകളെല്ലാം തന്നെ നല്ലൊരു ജൈവവളമാണ്. ഈ മഴക്കാലത്ത് ഏത് പച്ചക്കറി ചെടികൾക്കും കൊടുക്കാൻ നല്ലതെന്ന് പറയുന്നത് ജൈവവളമാണ്. അപ്പോൾ അവർ പതുക്കെ താമസിച്ചാണ് കുറേശ്ശെ അതിൽ നിന്ന് ഈ വളത്തിനെ അല്ലെങ്കിൽ ഈ നൈട്രജനും പൊട്ടാസ്യവും ഒക്കെ പോലുള്ള സാധനങ്ങളെ വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മൾ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യമാണ്, ഇതുപോലെ വളർന്ന ചെടികളുടെ ചുവട് ഭാഗത്തുള്ള വളർച്ചയെത്തിയ ഇതുപോലെ ഉണങ്ങിത്തുടങ്ങുന്ന പഴുത്തു തുടങ്ങുന്ന ഇലകളെ എല്ലാം തന്നെ മാറ്റിക്കോണം. അതുപോലെ സക്കർ പോലെയുള്ളവയെല്ലാം വെട്ടി മാറ്റിക്കോണം.
അതല്ലെങ്കിൽ ഇത്തരത്തിൽ പഴുത്ത ഇലകൾ നിൽക്കുമ്പം ഇതിൽ ഫംഗസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ചെടിയുടെ ബാക്കി ഭാഗത്തേക്കും പടരുകയും നമുക്ക് വിളവ് കിട്ടുന്നത് കുറഞ്ഞു പോവുകയോ നമ്മുടെ തക്കാളി ചെടി തന്നെ നഷ്ടമാകുകയോ ഒക്കെ ചെയ്തേക്കാം. പിന്നെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക വഴി വേറെ ഉണ്ടൊരു ഗുണം, നല്ലതുപോലെ ചെടിക്ക് വായു സഞ്ചാരം, എയർ സർക്കുലേഷൻ ചെടിക്ക് കിട്ടും. അതും രോഗങ്ങൾ വരാതിരിക്കാനും നല്ല ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ താഴത്തെ ഇലകളെല്ലാം മുറിച്ചു മാറ്റുവാണേ. അങ്ങനെ നമ്മൾ താഴത്തെ ഇലകൾ മാറ്റുന്നൊപ്പം ഇതുപോലെ കമ്പിൻ്റെയും ഇലകളുടെയും ഇടയിലുണ്ടാകുന്ന സക്കറുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റിക്കോണം കേട്ടോ. അതല്ലെങ്കിൽ ഈ സക്കറുകളിലൊക്കെ നിറയെ പൂക്കളും വരും, കായകളും വരും. അപ്പം കായകൾക്ക് വലിപ്പം കുറയും. ചെറിയ ചെറിയ തക്കാളിക്കേ കിട്ടത്തുള്ളൂ, കൂടുതൽ എണ്ണം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പരമാവധി സക്കറുകൾ മാറ്റിക്കോണം. അതുപോലെ ഇതുപോലെ ഓറഞ്ച് കളറാകുമ്പോൾ തന്നെ തക്കാളി വിളവെടുത്ത് തുടങ്ങിക്കോണം. മഴക്കാലത്ത്, വേനൽക്കാലത്ത് നിൽക്കുന്നത് പോലെ ചെടിയിൽ നിന്നാൽ പഴുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവർ പഴുക്കുന്നതിനനുസരിച്ച് ഇവരുടെ ഈ തോട് പൊട്ടിക്കീറാനും ചെറിയ ചെറിയ അഴുകൽ രോഗങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് കൊണ്ടുപോയി നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നാൽ വീട്ടിനകത്തിരുന്നും ഇത് പഴുത്ത് കിട്ടും. അതുകൊണ്ട് ഈ മഴക്കാലത്ത് പാകമായി പഴുത്ത തക്കാളി വിളവെടുക്കാനായിട്ട് നിൽക്കേണ്ട. നല്ലോണം വിളഞ്ഞു കഴിഞ്ഞാൽ തക്കാളി വിളവെടുത്ത് മാറ്റിക്കോണം. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ചെടികൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ഈ ചെടികൾക്ക് ഇതേലും പഴുത്ത ഇലയുണ്ട്, ഞാൻ അതിനെ വെട്ടി മാറ്റട്ടെ. ഈ ചെടികൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലത്തെ കുഴപ്പം. ഇപ്പം ഞാൻ പിടിച്ച ഉടനെ തന്നെ ഇതിങ്ങോട്ട് മറിഞ്ഞു വന്നാണ്ടോ, ഇങ്ങനെ മറിഞ്ഞു വന്ന് ഇതുപോലെ മണ്ണിലേക്ക് ഇലകളായാലും കായ്കളായാലും മുട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചെടിയെ നല്ല സപ്പോർട്ട് കൊടുത്ത് നമ്മൾ കെട്ടി തന്നെ നിർത്തണം. പിന്നെ ഈ മഴയൊക്കെ വരുന്ന അവസരത്തിലേ കാറ്റും ഒക്കെ വന്നിട്ട് ചെടി പെടന്നു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ബലമായിട്ട് ഇതിനെ അങ്ങ് കെട്ടി നിർത്തുവാണെങ്കിൽ ഈ സപ്പോർട്ടയിലോട്ട് ഇതങ്ങ് നല്ല പോലെ ചേർന്ന് നിന്നോളും കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ കെട്ടിവെക്കുവാണ്. നിങ്ങളുടെയും തക്കാളികളൊക്കെ ഇതേപോലെ സപ്പോർട്ട് കൊടുക്കാതെ നിൽക്കുന്നതുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടിവെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ തക്കാളി എന്ന് പറഞ്ഞാൽ തക്കാളിക്ക് വളം വളരെ കൂടുതൽ വേണ്ടുന്ന ഒരു ചെടിയാണ്. ആഴ്ചയിൽ വളം കൊടുക്കണം. ഈ മഴയൊന്നും ഇല്ലാത്ത ഒരു തോർച്ചയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള വളമാണ്. പ്രത്യേകിച്ച് ജൈവ സ്ലറി. നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ജൈവ സ്ലറി എന്താണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ജൈവ സ്ലറി ഉണ്ടാക്കി കൊടുത്താൽ അത് തക്കാളിക്ക് മാത്രമല്ല എല്ലാ ഇനം പച്ചക്കറികൾക്കും പഴവർഗ്ഗ ചെടികൾക്കും വളരെ നല്ലൊരു വളമാണ്. എല്ലാ ഇനത്തിനും നൈട്രജൻ കിട്ടാനും ഫോസ്ഫറസ് കിട്ടാനും എല്ലാത്തിനും നല്ല വളമാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണവും മനസ്സിലാവും. അപ്പോൾ ആഴ്ചയിൽ വളം കൊടുക്കണം. മഴക്കാലത്ത് നമ്മൾ ദ്രാവക രൂപത്തിലുള്ള വളം കൊടുക്കാത്ത കൊണ്ട് ഇപ്പം ഈ തക്കാളിക്കാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ ഈ മണ്ണിനെ അടുപ്പിച്ചിട്ട് ചുവട്ടിൽ നിന്ന് മാറ്റി, ഇത് ജൈവവളമാണ്, നമ്മൾ വാങ്ങിക്കുന്ന കൂട്ടുവളം എന്ന് പറയുന്ന ജൈവവളമാണ്. എന്നാലും നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് അങ്ങനെ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനകത്തിപ്പോൾ ആവശ്യത്തിന് മണ്ണുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മണ്ണും കൂടെ കൊടുക്കാം. എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ചെടിയുടെ തണ്ടേ മുട്ടരുത്. തണ്ടേ മുട്ടിയാൽ ചിലപ്പം വേണമെങ്കിൽ ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വളർന്നു കിട്ടിയ ചെടിയല്ലേ. മഴക്കാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ നനവും തണുപ്പും ഈർപ്പവും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ തക്കാളിക്ക് പിടിക്കാവുന്നൊരു സമയമാണ്. അത് ഫംഗസ് രോഗങ്ങളായാലും വാട്ടരോഗങ്ങളായാലും അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിക്കാവുന്നൊരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ തക്കാളി വളർത്തുമ്പോൾ എപ്പോഴും ഓർത്തോണം, ആഴ്ചയിലാണെങ്കിലും സ്യൂഡോമോണാസ് കലക്കി വളരെ നേർപ്പിച്ച് ചെടികളുടെ ഇലകളിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ മഴക്കാലത്ത് വേരുചീയൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇലകളിൽ ഉണ്ടാകുന്ന മറ്റെല്ലാ രോഗങ്ങൾക്കും നമുക്ക് പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്നതാണ് ബിവേറിയ. ബിവേറിയയുടെ അളവ് നിങ്ങൾക്കറിയാം, 20 ഗ്രാം 1 ലിറ്ററിൽ കലക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിനകത്തേക്ക്, ഇത് 5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്. ഇത് സാധാരണ എല്ലാ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ സ്പ്രെയർ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ. അപ്പം ഇതേപോലെ ഞാൻ ബിവേറിയ എടുക്കുന്നത് ഒരു 20 ഗ്രാം 1 ലിറ്ററിനകത്താണല്ലോ, അപ്പോൾ ഒരു 100 ഗ്രാം വരെ എടുക്കാം 5 ലിറ്ററിനകത്ത്. അപ്പോൾ അത്രയും എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ആക്കണം കേട്ടോ. എന്നാലേ, അല്ലെങ്കിൽ ഇത് പൊടി പോലെയുള്ളതായതുകൊണ്ട് അലിയാതെ കിടക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു രാവിലെ
ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ മുമ്പ് ഇതുപോലെ വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി വെക്കുന്നതാണ് അലിഞ്ഞു കിട്ടാൻ കുറച്ചും കൂടെ നമുക്ക് സൗകര്യം. അപ്പം ഞാൻ ഈ സമയത്ത് എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും കണ്ടോ ഏകദേശം എല്ലാം തന്നെ ചേരാത്തതുണ്ട്, എന്നാലും ഇത് ഏകദേശം ചേർന്നിട്ടുണ്ട്. അപ്പം ഞാനിതിനെ നിറച്ച് വെള്ളം ഒഴിച്ചെടുക്കുവാണേ. ഇനി ഇതിനകത്ത് അലിയാത്ത കട്ടകളൊക്കെ കാണും, അതുകൊണ്ട് നമ്മൾ ഈ അരിപ്പയിൽ കൂടെ ഒഴിച്ച് നിറയ്ക്കും കേട്ടോ. അയ്യോ കുറച്ച് ചാടിപ്പോയി, മോളിൽ നിന്നായ കാരണം എനിക്കത് അത്ര കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് 5 ലിറ്റർ ആക്കിയെടുക്കണം. വേറിയ കയ്പ രാവിലെ കലക്കി ഉണ്ടാക്കി മിച്ചം വന്നു എന്ന് വിചാരിക്കുക, വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പം വൈകുന്നേരം നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞൊന്നും ഒഴിച്ചു കൊടുത്താൽ അതിൽ നിന്ന് ഒരു ഗുണവും കിട്ടത്തില്ല. അപ്പോൾ ഇത് ഇത്രയും കണ്ടോ പൊടികൾ അലിയാത്തതുണ്ടായിരുന്നു. കുറച്ചും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിൽ കൂടെ തന്നെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് സാധാരണ. ഇതുപോലെ കായ്ച്ചു നിൽക്കുന്ന തക്കാളിയൊക്കെ ഉണ്ട്, അതിനൊക്കെ ഫംഗസ് രോഗങ്ങളും മറ്റ് രോഗങ്ങളും ഒക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. കലക്കി ഉണ്ടാക്കിയിട്ട് അത് 20 ഗ്രാം 1 ലിറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിപ്പം തക്കാളിക്ക് മാത്രമല്ല എല്ലാ ഇനം ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉച്ച സമയത്ത് ചെയ്യരുത്, നല്ല ചൂടുള്ള, ഇപ്പം പിന്നെ മഴക്കാലമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മഴക്കാലത്തിന് വേറൊരു കുഴപ്പമുണ്ട്, സ്പ്രേ ചെയ്ത സാധനവും കൂടെ കഴുകി ഒലിച്ചു പോകും കേട്ടോ. എന്നാലും ഒന്ന് പറ്റിയാൽ മതി, ഇത് വീണിട്ടുള്ള കീടം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നശിച്ചു പോകും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഇത്രയുമെങ്കിലും കാര്യങ്ങൾ ഒരു തക്കാളിക്ക് ചെയ്തു കൊടുത്താൽ ഏകദേശം നമുക്ക് മഴക്കാലത്തും നന്നായി തക്കാളി വളർത്തുകയും വിളവെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ മഴക്കാലത്ത് തക്കാളി പാകമാകാതെ നിൽക്കും, പഴുത്ത് കിട്ടാതെ നിൽക്കും. അതിന് നമ്മൾ ചില പ്രത്യേക സൂത്രപ്പണികൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് തക്കാളി പഴുത്തും കിട്ടും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. പെരുമഴ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും